നമസ്കാരം. തിരഞ്ഞെടുപ്പ് കാലം വിവാദങ്ങളുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. പി ജയരാജനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ എന്ത് ഇടപാടെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. വൈദേകം റിസോർട്ടിൽ തന്റെ ഭാര്യയുടെ പങ്കാളിത്തം പി ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയുമായി ഒരു ഡീലുമില്ല എന്ന് ആവർത്തിക്കുന്നു. ബിസിനസ് ഡീൽ ഉണ്ടെങ്കിൽ തന്നെ അത് രാഷ്ട്രീയ ഡീൽ അല്ലല്ലോ എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുകയും ചെയ്യുന്നു. CPM-ന്റെ മുൻ MLA S രാജേന്ദ്രൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് മറ്റൊരു ചൂടുള്ള വാർത്ത. സുരേഷ് ഗോപിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച കലാമണ്ഡലം ഗോപിയാശാൻ രാഷ്ട്രീയ പിന്തുണ ഉണ്ടാകില്ലെന്നും തന്റെ ചായ്വ് ഇടതുപക്ഷത്തോടാണെന്നും വിശദീകരിക്കുകയും ചെയ്തു. ഈ ഇലക്ഷൻ ദിവസത്തെ ഇത്തരത്തിലുള്ള ചൂടുള്ള വാർത്തകളാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഡീൽ ഓർ നോ ഡീൽ. തിരഞ്ഞെടുപ്പിൽ ഡീലാക്കിയതാരൊക്കെ? ബിസിനസ് ബന്ധം രാഷ്ട്രീയ ബന്ധമാകുമോ? S രാജേന്ദ്രൻ BJP-യിലേക്കോ? ഈ ചർച്ചയിൽ ശ്രീ ജേക്ക് സി തോമസ് CPM, ശ്രീമതി ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ്, ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇന്നലെ വരെ പി ജയരാജൻ എന്നൊരാളുണ്ടോ എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിക്കുകയാണ്, ബിസിനസ് ഡീൽ ഉണ്ട് എന്ന് കരുതി അത് രാഷ്ട്രീയ ബാന്ധവമാകുമോ എന്ന്. ഇതെന്താ സംഭവം? അല്ല, ഞാൻ ചോദിക്കട്ടെ, പി ജയരാജനെയും നിങ്ങൾക്കറിയാം, ചന്ദ്രശേഖരനെയും നിങ്ങൾക്കറിയാം. പി ജയരാജന് വൈദേഹി എന്ന് പറയുന്ന ഒരു റിസോർട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഒരു ബിസിനസ് മാഗ്നറ്റാണ് എന്ന കാര്യവും നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം ഇന്നുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ പി ജയരാജൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അവരുടെ ഭാര്യയ്ക്ക് ആ റിസോർട്ടിൽ ഷെയർ ഉണ്ട്, ശരി, എന്ന് വെച്ചിട്ട് വേറെ ആരും ആ ഷെയർ മേടിക്കാൻ പാടില്ലെന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ശ്രേയസ് കുമാർ മാതൃഭൂമിയുടെ MD ആണ്. നാളെ മാതൃഭൂമിയുടെ ഷെയർ ഈ ചന്ദ്രശേഖരൻ മേടിച്ചാൽ അതിനർത്ഥം ഈ മാതൃഭൂമിയുടെ ശ്രേയസ് കുമാറും ചന്ദ്രശേഖരനും തമ്മിൽ ബിസിനസ് ഷെയർ ഉണ്ട് എന്ന് വിചാരിച്ച് അവർ തമ്മിൽ രാഷ്ട്രീയ ഡീലുണ്ട് എന്ന് താങ്കൾ പറയുമോ? താങ്കളുടെ MD ആണല്ലോ. താങ്കൾ പറയൂ ഇല്ലയോ? അതാദ്യം പറയും. ഇല്ല, ഞാനിപ്പോ നമുക്ക് ഈ വിവാദങ്ങൾ അല്ല, പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ രാഷ്ട്രീയ ഡീൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ആരോപിച്ചത് കോൺഗ്രസ് ആണ്, VD സതീശനാണ്. ഇല്ല, ഇപ്പോ രണ്ടുപേര് തമ്മിൽ ബിസിനസ് ഡീൽ ഉണ്ട് എന്ന് വെച്ചിട്ട് രാഷ്ട്രീയ ഡീൽ ഉണ്ട് എന്ന് പറയണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. താങ്കൾ ഇവിടെ സൂചിപ്പിച്ച ഉദാഹരണം വെച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല. ഓക്കെ, ഇനി എന്റെ ചോദ്യം, ഇപ്പോ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്ത് ചോദിച്ചാൽ, ഇപ്പൊ പി ജയരാജന്റെ ഭാര്യയ്ക്ക് വൈദേകം റിസോർട്ടിൽ ഷെയർ ഉണ്ട് എന്നുള്ള കാര്യം ഇന്നലെയോ മിനിയാന്നോ ഒന്നും പുറത്തു വന്ന കാര്യമല്ല, അത് നേരത്തെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അത് അവർ വിൽക്കാൻ ശ്രമിക്കുന്നതും ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ പേരിലുള്ള കമ്പനിയുമായി ഉണ്ടാക്കിയ എഗ്രിമെന്റും നേരത്തെ ചർച്ചയായതാണ്. എന്ന് പറഞ്ഞാൽ ഇത് പുതുതായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ 2 ദിവസമായിട്ട് ഇത് ചർച്ചയാവുന്നതെന്ന് ചോദിച്ചാൽ, പി ജയരാജൻ പൊടുന്നനവേ BJP-യുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു. കേരളത്തിൽ BJP-യും LDF-ഉം തമ്മിലാണ് മത്സരം എന്ന് പറയുന്നു. മികച്ച സ്ഥാനാർത്ഥികളാണ് BJP-ക്ക് എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് തോന്നുന്നില്ലേ ഇതിപ്പോ എന്താണ് അങ്ങനെ ഒരു പ്രസ്താവനയ്ക്കൊക്കെ പിന്നിലെന്ന്. അപ്പോൾ അതിന്റെ അനുബന്ധമായി ചർച്ചയ്ക്ക് വന്ന വിഷയമാണിത്. അല്ല, പിണറായി വിജയൻ പറഞ്ഞതുപോലെ പരനാറിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞേനെ. അല്ല, അങ്ങനെ രാഷ്ട്രീയ എതിരാളികളല്ലേ? പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് സത്യം പറഞ്ഞുകൂടെ? രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ സത്യം പറയാതിരിക്കണോ? എന്ന് മാത്രമല്ല, രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ ചന്ദ്രശേഖരൻ്റെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. BJP വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം ഒരു പ്രഗത്ഭനല്ലേ? സുരേഷ് ഗോപി അദ്ദേഹം ഒരു പ്രഗത്ഭനല്ലേ? വിഷയം എന്താണെന്നറിയോ? വിഷയം കോൺഗ്രസ് വല്ലാതെ ഭയപ്പെടുകയാണ്. ഇന്ന് മിസ്റ്റർ ചന്ദ്രശേഖരൻ എന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തെക്കുറിച്ചായിരുന്നു വാസ്തവത്തിൽ ചർച്ച വേണ്ടിയിരുന്നത്. കാരണം സുപ്രീം കോടതിയിൽ കേരളം കൊടുത്തിട്ടുള്ള അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട് 1,10,1.10 lakh crore നഷ്ടപ്പെടുത്തിയ വിഷയവും കേരളത്തിൽ മാനുഫാക്ചറിങ്ങിനും കാർഷിക മേഖലയ്ക്കും ഒരു സ്കോപ്പും ഇല്ലയെന്ന് പരസ്യമായി പറഞ്ഞതും അടക്കമുള്ള വിശദ വിവരങ്ങൾ, കഴിഞ്ഞ 15 വർഷം എന്ത് ചുക്ക് ഈ മനുഷ്യൻ ചെയ്തത്, ഈ വിശ്വപൗരൻ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ രംഗത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വാർത്താ സമ്മേളനം നടത്തില്ലേ? അതൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ വിവാദമായി വന്നത് ഇങ്ങനെ ഒരു കാര്യമാണ്. അതിപ്പോ ഞാൻ ആരോപിക്കുന്നില്ല പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അനുഗുണമായ അന്തരീക്ഷം ഒരുങ്ങി വന്നത് ഒരു പ്രകോപനവുമില്ലാതെ പി ജയരാജൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ്.
സാധാരണഗതിയിൽ ഇപ്പോൾ താങ്കൾ BJP-യുടെ നേതാവാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ് പ്രഗത്ഭരായ പലരെയും നിർത്തിയിട്ടുണ്ട്, CPM-ഉം പ്രഗത്ഭരായ പലരെയും നിർത്തിയിട്ടുണ്ട്. ഒരു ഇലക്ഷൻ ഘട്ടത്തിൽ താങ്കൾ പറയോ കൊള്ളാലോ CPM-ന്റെ പ്രഗത്ഭരായ ആളുകളുടെ പട്ടികയാണല്ലോ, കൊള്ളാമല്ലോ ഇവരുടെ സ്ഥാനാർത്ഥികൾ എന്ന് താങ്കൾ പറയോ? ഇല്ലല്ലോ. അല്ല, എല്ലാ സ്ഥാനാർത്ഥികളും മോശമാണെന്ന് പറയണോ? അല്ല, അങ്ങനെയാണോ നിങ്ങൾ? അതാണോ കേരളത്തിന്റെ രാഷ്ട്രീയം? മോശമായി ഇതാണ് ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ളത്. അല്ല, സാധാരണഗതിയിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. അത് പറയുന്നത് ശരിയുമല്ല. എല്ലാ സ്ഥാനാർത്ഥികളും, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും, അവർ കള്ളക്കടത്തിലും ക്രിമിനൽ കേസിലും ഒന്നും കുറ്റവാളികളല്ലെങ്കിൽ എല്ലാവരും നല്ലവരാന്ന് പറയണം. എന്താ കുഴപ്പം? നല്ല പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ? അവരെ തിരഞ്ഞെടുക്കാനായിട്ട് ജനങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ കഴിയട്ടെ എന്ന് പറയണം. ഇനി നിങ്ങൾ ഈ ചോദിച്ചതിൻ്റെ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ട, അദ്ദേഹം EP ജയരാജനോട്, അത് EP ജയരാജനോട് ചോദിച്ചോളൂ. പക്ഷേ താങ്കളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അതെന്താ പറഞ്ഞത്? താങ്കളുടെ സ്പെസിഫിക്കായിട്ട് താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ താങ്കളത് കൃത്യമായി പറഞ്ഞു. താങ്കൾ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. വളരെ കറക്റ്റാണ്. ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നത് ആരാണ്? ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നത് കോൺഗ്രസ്സാണ്. പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് ആക്ഷേപം. അതേതാ സ്ഥാനാർത്ഥി? ഒന്ന് തൃശ്ശൂരിലെ സുരേഷ് ഗോപി, 2 ചന്ദ്രശേഖരൻ. എന്തുകൊണ്ടാണ് ഈ 2 പേർക്ക് നേരെയുള്ള ഈ ആക്ഷേപം? ചന്ദ്രശേഖരനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ജനങ്ങളുടെ ഹൃദയം ഇതിനകം തന്നെ കവർന്നു കഴിഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. പരാജയ ഭീതി കോൺഗ്രസിനെ അവസാനിപ്പിക്കണ്ടേ? പരാജയ ഭീതി കൺക്ലൂഡ് ചെയ്യും. അല്ല, ഞാനിന്ന് തീർത്തോട്ടെ, ഞാനൊന്ന് സമാപിക്കട്ടെ. അതായത് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. അതായത് കോൺഗ്രസിന്റെ പരാജയ ഭീതി കൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള ഇങ്ങനത്തെ തരംതാഴ്ന്ന ആരോപണങ്ങൾ ഇവർ കൊണ്ടുവരുന്നത്. ഞാൻ നിർത്തി, ഇനി തുടങ്ങിക്കോളൂ. ശരി, ഓക്കെ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, EP ജയരാജന്റെ ഭാര്യയ്ക്ക് വൈദേകം റിസോർട്ടിൽ ഷെയർ ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ അദ്ദേഹം സമ്മതിച്ചല്ലോ എന്ന് ഇന്ന് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അത് വന്നതാണ്. അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞല്ലോ, ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കുറച്ച് പണം കിട്ടി, റിട്ടയറിംഗ് ആനുകൂല്യം ബെനിഫിറ്റ്സ് കിട്ടിയ സമയത്ത് അവർ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഷെയറിൽ അത് ഇൻവെസ്റ്റ് ചെയ്തു. അവർ ആ ഷെയർ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയ പണം ഈ റിസോർട്ടിൽ നേരത്തെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വലിയ രാഷ്ട്രീയ വിവാദവും മറ്റുമൊക്കെ ഉണ്ടായി. CPM സംസ്ഥാന സമിതിയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നു. അതിനുശേഷം ആ ഓഹരി പങ്കാളിത്തം അവർ ഉപേക്ഷിക്കുകയാണ് എന്ന വാർത്തയും, അത് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് വാങ്ങുന്നതെന്ന വാർത്തയൊക്കെ മുമ്പേ വന്നിട്ടുള്ളതാണ്. ഇന്ന് പൊട്ടി വീണ വാർത്തയോ അതല്ലെങ്കിൽ പുതുതായി ആരെങ്കിലും ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കാര്യമോ അല്ല. അപ്പോൾ അതങ്ങനെയാണ് എന്നിരിക്കെ ഒരു CPM BJP ഡീലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് പറയുന്ന കാര്യത്തിനപ്പുറത്ത് എന്തെങ്കിലും മെറ്റീരിയൽ ഈ വിഷയത്തിനകത്തുണ്ടോ? ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്. അതല്ലാതെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ വാങ്ങിച്ച ഒരാൾ ആ ഷെയർ വേറെ ആൾക്ക് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചല്ല. ഈ ഇന്നത്തെ ആദ്യത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് BJPയുടെ പ്രതിനിധി പ്രിയപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണനാണ്. താങ്കൾ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അദ്ദേഹത്തിന് മറുപടിയില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? സാധാരണ ശ്രീ ഗോപാലകൃഷ്ണൻ നടത്തുന്ന ചർച്ച പോലെയാണോ ഇന്നിവിടെ പറഞ്ഞത്? പുലിയെ പോലെ ചാടി വീഴുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീ അഭിലാഷ് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ചാടി വീഴുന്നത്. ഇന്നിപ്പോൾ എത്ര പൂച്ചയെ പോലെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, എന്താണ് പ്രശ്നം, എന്താണ് ഒരാൾ ഷെയർ എടുത്താൽ പ്രശ്നം, അതൊരു തെറ്റാണോ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നത്. ഇത് തന്നെയാണ് ആദ്യത്തെ മെറ്റീരിയൽ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നെന്താണ് ബഹുമാനപ്പെട്ട ശ്രീ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? അദ്ദേഹത്തെ ശ്രീ EP ജയരാജൻ വെല്ലുവിളിച്ചു. അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തുവിട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷെയർ എഴുതി തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഷെയർ ഒന്നും എഴുതി തരണ്ട, തെളിവൊക്കെ വെളിയിലിട്ടിരിക്കുന്നു. ആ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് മോർഫ് ചെയ്തിറക്കിയ ചിത്രവുമുണ്ട്, യഥാർത്ഥ ചിത്രവുമുണ്ട്. ഞാൻ യഥാർത്ഥ ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവരെല്ലാം കൂടി ഇരുന്ന് പങ്കുകച്ചവടക്കാരായതിൻ്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഇവർ EP ജയരാജൻ ഇന്ന് അത് സമ്മതിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ കച്ചവടം നടത്തുന്നതിന് കോൺഗ്രസിന് പ്രശ്നമൊന്നുമില്ല. എന്താണ് ഇവിടുത്തെ ചോദ്യം? ഇവിടെ BJPക്കെതിരെ നഖശികാന്തം എതിർക്കുകയും BJP ഒരു ഫാസിസ്റ്റ് ശക്തിയാണെന്നും അവർ മതേതരത്വത്തിന് എതിരാണെന്നും അവരെ ഇവിടെ നിന്ന് ഓടിക്കണമെന്നും കേരളത്തിൽ ഇവർ നിലം തൊടില്ല എന്നുമൊക്കെ പുറത്തു പ്രസംഗിച്ച് നടക്കുന്ന CPMന്റെ നേതാക്കന്മാർ, അവരുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ, അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഇവരെല്ലാവരും ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ BJPയുടെ സ്ഥാനാർത്ഥിയുമായി ബിസിനസ് ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ ആര് ഷെയർ വാങ്ങിച്ചാലും ആര് കച്ചവടം നടത്തിയാലും ഒന്നും ആർക്കും ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനും ശ്രീ EP ജയരാജനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ചർച്ചയാണ് ജയരാജന് ഈ വൈദേകൻ റിസോർട്ടിൽ ഷെയർ ഇല്ല, അദ്ദേഹത്തിന്റെ ഭാര്യക്കാണ് ഷെയർ ഉള്ളത്. അതുപോലെ ഇപ്പോ നേരത്തെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു രാജീവ് ചന്ദ്രശേഖരെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രീയ നേതാവായതിനു ശേഷം അദ്ദേഹത്തിന്റെ ബിസിനസ് നടത്തുന്നത് അദ്ദേഹമല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹവുമായി ബന്ധമുള്ള സ്ഥാപനത്തിനാണ് എന്ന് പറഞ്ഞാൽ നേരിട്ട് EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ കോൺട്രാക്റ്റോ അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇടപാടോ ചർച്ചയോ ഒന്നും നടന്നിട്ടില്ല. ഇവർ രണ്ടുപേരും പരസ്പരം കാണുകയോ ഫോണിൽ വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുമുണ്ട്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇതിൽ രാഷ്ട്രീയമായി ഇത് CPM BJP ബാന്ധവമാണെന്ന് പറയുന്നതിന്റെ കാര്യമാണ് എനിക്ക് പിടികിട്ടാത്തത്. അല്ല അഭിലാഷേ, ഇവര് തമ്മിൽ ഫോൺ വിളിച്ചിട്ടില്ല, ഇവര് തമ്മിൽ കണ്ടിട്ടില്ല, ഇവര് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? എനിക്കറിയില്ല, അവർ രണ്ടുപേരും അങ്ങനെ പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ബന്ധവുമില്ലാഞ്ഞിട്ടാണോ? അപ്പൊ അല്ല, ഞാൻ പറയട്ടെ. അതായത് ഇവിടെ CPM-ന്റെ നേതാക്കന്മാരുടെ പുതിയ ഒരു രീതിയാണിത്. മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ റിട്ടയർമെന്റ് കാശ് കൊണ്ടാണ് എക്സാലോജിക്ക എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ കമ്പനി തുടങ്ങിയതെന്ന് പറയുന്നു. ഇവിടെ ഇപ്പൊ EP ജയരാജൻ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തുക കൊണ്ടാണ് തുടങ്ങിയതെന്ന് പറയുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ അഭിലാഷയെ നമ്മൾ സ്പെസിഫിക് ആവണം. ഇവിടെ ക്വസ്റ്റ്യൻ ഇവരൊന്നും ബിസിനസ് തുടങ്ങുന്നതല്ല, ബിസിനസ് തുടങ്ങുന്ന ഒന്നും ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ബിസിനസ് തുടങ്ങുന്നത് ആരുമായിട്ടാണ്, അല്ലെങ്കിൽ ഈ തുടങ്ങുന്ന ബിസിനസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അധികാരം ഉപയോഗിച്ച് അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണോ, അതോ കൂട്ടുകച്ചവടമാണോ? BJP-യും CPM-ഉം തമ്മിൽ ഇവിടെ ഒരു ബാന്ധവമില്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത്. അതിനെ നിസ്സാരമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഇവിടെ CPM 2010 ഇറക്കിയ അവരുടെ തെറ്റുതിരുത്തൽ രേഖയുണ്ടല്ലോ, അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ സ്വത്തുക്കൾ, CPM-ന്റെ നേതാക്കന്മാരുടെ സ്വത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങളുടെ സ്വത്തുക്കൾ, അവരുടെ മക്കൾ ചെയ്യുന്ന കച്ചവടങ്ങൾ, ഇതെല്ലാം വളരെ സുതാര്യമായിരിക്കണം എന്നുള്ളതാണ് CPM എല്ലാ കാലത്തും പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു കച്ചവടം രാജീവ് ചന്ദ്രശേഖരുമായി ഒരുമിച്ച് നടത്തി എന്നുള്ളത് CPM-ന്റെ കേന്ദ്ര നേതാക്കൾക്ക് അറിയില്ലേ? ഇവരുടെ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് മൗനം പാലിക്കുന്നത്? അപ്പോൾ അത് തെറ്റുതിരുത്തൽ രേഖയുമായി എങ്ങനെയാണ് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നത്? തെറ്റുതിരുത്തൽ രേഖയിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇവിടെ അഭിലാഷ് തന്നെ വളരെ ശരിയായ രീതിയിൽ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടത്? വളരെ മുമ്പുണ്ടായിരുന്ന ബന്ധമാണ്, എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ് എന്ന് LDF-ന്റെ കൺവീനർ പറയുകയാണ്. ഇവിടെ പല BJP സ്ഥാനാർത്ഥികളും ജയസാധ്യത ഉള്ളതാണ് എന്ന് ജനങ്ങൾക്ക് തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വരികയാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് സംശയം തോന്നില്ലേ? സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന് സംശയം തോന്നുകില്ലേ? ആ സംശയമാണ് അദ്ദേഹം അന്വേഷണത്തിലേക്ക് കൊണ്ടുപോയത്, ഞങ്ങളെ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോയത്. ആ അന്വേഷണം നടത്തുമ്പോൾ അത് ചെന്നെത്തുന്നത് എവിടെയാണ്? ഇവർ ഇന്ത്യ മുഴുവൻ നടത്തുന്ന ഭീഷണി എങ്ങനെയാണ്? ED-യെ ഉപയോഗിച്ച്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച്, അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഒരു അന്വേഷണം ഇവിടെയും വന്നിരിക്കുന്നു. ഇവിടെയും ED അന്വേഷണം ചെന്നിരിക്കുന്നു. ആ ED-യുടെ അന്വേഷണത്തിന് ശേഷം ഇവർ കൂട്ടുകച്ചവടക്കാരായി മാറിയിരിക്കുന്നു, പങ്കാളികളായി മാറിയിരിക്കുന്നു. ആ കൂട്ടുകച്ചവടം രാഷ്ട്രീയ കച്ചവടമാണെന്ന് ഞങ്ങൾ പറയാൻ പല കാരണങ്ങളുണ്ട്. ഇത് മാത്രമല്ലല്ലോ, ഇപ്പോൾ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ജനറൽ നടത്തിയ പത്രസമ്മേളനം ഇപ്പോൾ പുറത്തു വന്നില്ലേ? എന്താണ് അതിൻ്റെ അകത്ത് പറയുന്നത്? ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതിൻ്റെ അകത്ത് എന്താണ് അദ്ദേഹം പറയുന്നത്? ഇവിടെ കേരള പോലീസ് യാതൊരു രേഖകളും കൈമാറിയിട്ടില്ല. ഈ സാധനം, ഈ പിടിച്ച കുഴൽപ്പണം അവരെ ഹാജരാക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഹാജരാക്കിയില്ല? അത് ഡീലല്ലേ? ആ ഡീലിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഇതിനു മുൻപ് നടക്കുന്ന ഓരോ ഡീലുകളും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടേ കേരളത്തിൽ? അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഞങ്ങൾ പറയുന്നത് പോലെ, കോൺഗ്രസ് പറയുന്നത് പോലെ CPM BJP ഡീലാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ മതേതരത്വം വേണമെന്ന് പ്രസംഗിക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന CPM നേതാക്കന്മാർ കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ടതിന് പകരം ഈ BJP എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തിയെ പിന്തുണയ്ക്കുന്നു. മറുപടി പറയേണ്ടത് CPM ആണ്. CPM-ന്റെ പ്രതിനിധി 7:30 വരേണ്ടതാണ്. അദ്ദേഹം ഇതുവരെ എത്തിച്ചേരാത്തത് കാരണം അദ്ദേഹത്തിന്റെ ഭാഗം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം എത്തിച്ചേരുമ്പോൾ CPM BJP ഡീൽ എന്നുള്ള കാര്യത്തിന് മറുപടി പറയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം എത്തട്ടെ. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കമ്മിറ്റി കാരണം വൈകുന്നതാണ്. ശ്രീ P. ഗോപാലകൃഷ്ണൻ, ഇവിടെ കോൺഗ്രസിന് കുറേയധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. കോൺഗ്രസിന്റെ റാലി, ഇന്ത്യ മുന്നണിയുടെ റാലി ബോംബെയിൽ നടന്നപ്പോൾ CPM-ഉം CPI ഒന്നും പങ്കെടുത്തില്ല. CPM ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളെ കൊടുത്തില്ല. അവർക്ക് കേരളം മാത്രമേ
കോൺഗ്രസിനെ സംബന്ധിച്ചായാലും CPM-നെ സംബന്ധിച്ചായാലും കേരളം ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ്. CPM-ന് കേരളം മാത്രമേ സീറ്റ് പ്രതീക്ഷിക്കാവുന്ന വലിയ സംസ്ഥാനമായിട്ടുള്ളൂ താനും. അപ്പോൾ അങ്ങനെ ഇരിക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് പരമാവധി BJP-യുടെ നമ്പർ കുറയ്ക്കുക എന്നുള്ളതാണോ, സ്വന്തം നിലയ്ക്ക് സീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണോ ഇവരുടെ ലക്ഷ്യം എന്നൊരു സംശയം വരാം. നിങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ എണ്ണം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. ഇപ്പോൾ CPM-ന്റെ 2 സീറ്റ് ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് തോക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുമോ എന്ന് അവർക്ക് ഭയമുണ്ട്. ഇത്തരം ഭയങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാവുന്നതല്ലേ? അല്ല, ഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ആ ഭയമാണ് കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ദീപ്തി മേരി വർഗീസ് ചോദിക്കുന്നത്, ഗോപാലകൃഷ്ണൻ പൂച്ചയായിട്ടിരിക്കുന്നു. എൻ്റെ മുമ്പിൽ ഒരു പൂച്ച ഇരിക്കുമ്പം പിന്നെ എനിക്ക് പുലിയാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഒരു പൂച്ചയായതെന്ന് വിചാരിച്ചോളുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പൂച്ചയാണോ പുലിയാണോ എന്നുള്ളതല്ല വിഷയം. സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ വളരെ കൃത്യമായിട്ടൊരു ചോദ്യം അഭിലാഷ് മോഹനോട് ചോദിച്ചു. അപ്പോൾ അഭിലാഷ് മോഹൻ അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിൻ്റെ MD കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷെ അദ്ദേഹവുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലാണ്. ഈ കേരളത്തിലെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധമാണ്. BJP-യിലെ ഉന്നതരുമായിട്ട് അദ്ദേഹത്തിന് വളരെ വളരെ അടുപ്പമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതിനർത്ഥം രാഷ്ട്രീയമായ ബന്ധമാണെന്നാണോ? ഞാനിങ്ങോട്ട് വരുമ്പം ദീപ്തി മേരി വർഗീസ് ആയാണ് ഇവിടുത്തെ ചർച്ചയ്ക്ക് വരുന്നത് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പം ഈ ദീപ്തി മേരി വർഗീസിൻ്റെ പല പരിപാടികളിലും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകളുമായി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ഫോട്ടോസ്, 1-2 ഫോട്ടോസ് അവരുടെ കയ്യിലുണ്ട്, ഞാൻ വേണേൽ അയച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്തരം 2ാം തരം പരിപാടിക്കൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ വെച്ചോളൂ, അവരെന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ച് ചോദിക്കുകയാണ് ദീപ്തി മേരി വർഗീസിനോട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലാതെ ആരോട് സംസാരിച്ചിട്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലാതെ ആരുടെയും ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങളിലോ മറ്റാരും പങ്കെടുത്തിട്ടില്ലേ? നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരല്ലാതെ മറ്റൊരാളോടും ഞാൻ ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തിയിട്ടില്ല, വ്യക്തിബന്ധം പോലും പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളാണ് തികഞ്ഞ ഫാസിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് നിലവാരം തകർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നെനിക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പത്മജ വേണുഗോപാൽ ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ചില കാര്യങ്ങൾ അവരുടെ കയ്യിലുമുണ്ട്. ഞാൻ അവരോട് ഈ കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഞാൻ ഒരു കാര്യം പറയാം ദീപ്തി മേരി വർഗീസ്, എല്ലാവർക്കും ഒരു മാന്യതയുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ സംസാരിക്കല്ലേ? അല്ല, ഞാൻ സംസാരിക്കട്ടെ. ഭീഷണിയുടെ ശബ്ദമൊന്നും വേണ്ട, അങ്ങനെ ഭീഷണി വേണ്ട. താങ്കൾ ചോദിക്കുന്നത് ഇത് ഇവിടെ പൊളിറ്റിക്കൽ ചർച്ച നടത്തുമ്പോൾ താങ്കൾ എന്നോട് വ്യക്തിപരമായ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതാ പറഞ്ഞ ഭീഷണി വേണ്ട. ഞാൻ സംസാരിച്ചതിന് ശേഷം ഞാൻ ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ലല്ലോ. നിങ്ങളെ ഭീഷണിപ്പെടുത്താനും മാത്രം ഇല്ല. നിങ്ങൾ ഭീഷണിയൊക്കെ ഞാൻ നന്നായി പെടുത്തിയിട്ടുണ്ട്, പെടുത്താറുമുണ്ട്, പെടുത്തുകയും ചെയ്യും. അതിനുള്ളതൊന്നും ഇല്ല നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്താനൊന്നുമില്ല. ഞാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾ ഒന്നുകിൽ സംസാരിക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഞാൻ സംസാരം നിർത്താം. ഞാൻ ഈ ഇടയിൽ കയറി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രം ഞാൻ സംസാരിക്കാം. രണ്ടിലേതെങ്കിലും ഒന്നാവാം. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ, അതൊരു മര്യാദയല്ലേ, അതൊരു മാന്യതയല്ലേ? ആ മാന്യത കാണിക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാഷ്ട്രീയ പ്രവർത്തകർ, ഞാൻ വ്യക്തിപരമായിട്ടല്ലല്ലോ പറഞ്ഞത്. നിങ്ങളോട് ചോദിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾ മറ്റുള്ളവരുമായി, മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടില്ലേ, ഇടപഴകിയിട്ടില്ലേ, അവരുമായി നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടില്ലേ, അവരുടെ ആഘോഷത്തിലോ അവരുടെ വിവാഹവേളയിലോ നിങ്ങൾ സംബന്ധിച്ചിട്ടില്ലേ? നിങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞോളൂ. നിങ്ങൾ ഇടയിൽ ചോദിക്കല്ലേ, ഇടയിൽ പറയല്ലേ. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കില്ല. അത് ഞാൻ പൂച്ചയായതുകൊണ്ടല്ല, ഞാൻ മാന്യനായതുകൊണ്ടാണ്. ആ മാന്യത നിങ്ങൾ കാണിക്കേ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്. നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്ക്. ഞാനും അയാളും തമ്മിൽ അത്രയേറെ ബന്ധമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് എന്നുള്ളതുകൊണ്ട് വ്യക്തിപരമായ ബന്ധം വേണ്ടാന്ന് വെക്കണോ? ഇതാ ഈ ഇരിക്കുന്ന അഭിലാഷ് മോഹനൻ, നിങ്ങൾ പറഞ്ഞല്ലോ അഭിലാഷ് മോഹൻ്റെ അടുത്ത് പുലിക്കുട്ടിയെ പോലെ ഞാൻ ചാടി വീഴുന്നു. അത് ചർച്ചയിലാണ്.
പക്ഷേ വ്യക്തിപരമായി ഞാനും അഭിലാഷ് മോഹനും നല്ല ബന്ധത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാളെ നിങ്ങളും ആ ബന്ധത്തിൽ നിങ്ങളും പെട്ടാൽ നിങ്ങളോടും ആ മാന്യതയാണ് നമ്മൾ കാണിക്കുക. അതാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാക്ഷരത എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് പകരം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടാൽ ഉടനെ അതെല്ലാം എടുത്ത് രാഷ്ട്രീയമാണ്, അതിൽ രാഷ്ട്രീയ ബാന്ധവമുണ്ട്, അതിനകത്ത് ഇടി പോയി, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. കാരണം നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇപ്പോൾ റായ് ബറേലിയിൽ നിന്നും അമേഠിയിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ അലയുകയാണല്ലോ. എവിടെയാണ് നിൽക്കേണ്ടതെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. കേരളത്തിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. നിങ്ങളുടെ ആണിക്കല്ലായ ആൻ്റണിയുടെ വീട്ടിലും നിങ്ങളുടെ ആണിക്കല്ലായ കരുണാകരൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, അതെനിക്കറിയാം. പക്ഷേ ആ വിഷമം ഒരിക്കലും വി ഡി സതീശനെ പോലുള്ള ഒരാൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ച് ഇങ്ങനെ അപലപിക്കരുത്. ഇനിയും നിങ്ങൾക്കത് സംസാരിക്കണോ, നിങ്ങൾ പോയി ചോദിക്കേണ്ട സ്ഥലം CPM നേതാക്കന്മാരുടെ നിങ്ങൾ ചോദിച്ചോ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും തോൽപ്പിക്കണമെന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞാനത് അഭിലാഷ് മോഹനോടാണ് പറയുന്നത്. അഭിലാഷ് മോഹൻ BJP ജയിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. BJP ജയിക്കണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മത്സരിക്കുന്നത്. BJPക്ക് രണ്ടുപേരും തുല്യ എതിരാളികളാണ്. ഒരാൾ രാഷ്ട്രീയമായിട്ടുള്ള എതിരാളി, മറ്റൊരാൾ പ്രത്യയശാസ്ത്രപരമായ എതിരാളി. ഈ രണ്ടും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് CPMനോടും കോൺഗ്രസിനോടും BJP എടുക്കുന്ന നിലപാട് ഒരേപോലെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ സംസാരിച്ച കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്താ പറഞ്ഞത്, ഞാൻ CPMും കോൺഗ്രസും BJPയും തമ്മിൽ ബാന്ധവമുണ്ട്. അപ്പുറത്ത് കുറച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറോ 15 മിനിറ്റോ മറ്റോ കഴിഞ്ഞാൽ CPMൻ്റെ പ്രതിനിധി വരും. അപ്പോൾ അവർ പറയും ഇവിടെ കോൺഗ്രസും BJPയും തമ്മിൽ ബാന്ധവമുണ്ട്. അപ്പം ഞാനൊരു ചോദ്യം ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിക്കുക, അങ്ങനെ CPMും BJPയും തമ്മിൽ ബാന്ധവമുണ്ട് എന്ന് ദീപ്തി മേരി വർഗീസ് ഈ ചാനലിൽ പറയുകയാണെങ്കിൽ എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം, നിങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് CPMനെ ഒഴിവാക്കുമോ? നിങ്ങൾ ഡൽഹിയിൽ പോയി പറയണം, CPMും BJPയും തമ്മിൽ ഇവിടെ ബാന്ധവമാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഇന്ത്യ സഖ്യത്തിൽ നമുക്ക് BJP വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം ദീപ്തി മേരി വർഗീസിനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വി ഡി സതീശനുണ്ടോ? വെറുതെ ഈ വളു വർത്താനം പറയുന്നതിന് പകരം സത്യസന്ധമായ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുക. ശരി, അതിനകത്ത് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ വെളിവിട്. ഇവിടെ തമ്മിൽ രാഷ്ട്രീയമായി ബന്ധമുള്ള തെളിവുണ്ടെങ്കിൽ നിങ്ങൾ വെളിവിട്. ശരി, ഓക്കെ. അതാണ് ഇനി ശ്രീ ജേക്സി തോമസ് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ശ്രീ ജേക്സി തോമസ്, കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം CPMും BJPയും തമ്മിൽ രാഷ്ട്രീയമായ ഡീലുണ്ട് എന്നുള്ളതാണ്. EP ജയരാജനും BJPയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ഡീലുണ്ട്. LDFന്റെ കൺവീനർ ആയ EP ജയരാജൻ NDA സ്ഥാനാർത്ഥികളെ BJP സ്ഥാനാർത്ഥികളെ മുക്തകണ്ഠം പുകഴ്ത്തുന്നു. മാത്രമല്ല ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ CPM ശ്രമിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കുക എന്ന ഡീലിൽ CPMും BJPയും ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ചില നേതാക്കന്മാർക്ക് മാത്രമായിരിക്കും അത്ര ഒരു അഭിപ്രായമുള്ളത്. എനിക്ക് സത്യസന്ധമായും ഉറപ്പുണ്ട്, നമ്മളുടെ നാട്ടിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ അന്തസത്തയോടുകൂടെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള UDFന്റെ മാന്യന്മാരായ വലിയൊരു സംഘം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആരോപണത്തിന് കാലിൻ്റെ അടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിൻ്റെ പോലും വില കൊടുക്കില്ല. കാരണം എന്താണ്, ഇത് സാമാന്യ ബുദ്ധിയുള്ള, തലയിൽ ആൾതാമസമുള്ള കേരളത്തിലെ ഏതു സാധാരണക്കാരൻ്റെ ചിന്താശേഷിയെയും വെല്ലുവിളിക്കാൻ പര്യാപ്തമായ ഒരു പച്ച കള്ളമാണ്, ഒരു പച്ച നുണയാണ് ഈ ആരോപണം എന്ന് പറയുന്നത്. ഇവരെന്തുകൊണ്ടായിരിക്കാം ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്? കോൺഗ്രസ് BJP അല്ല CPM BJP ബാന്ധവമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ ഇറങ്ങി നടന്ന് വഴിനീളം പ്രസംഗിക്കാൻ കാരണം എന്താണ്? കാര്യം ലളിതമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ വോട്ടുകളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറാൻ വേണ്ടി പോകുന്നു. ആ യാഥാർത്ഥ്യത്തെ, ആ അപ്രിയമായ സത്യത്തെ വൈകിയെങ്കിലും അനിവാര്യമായ ഒരു ദുരന്തമായി കോൺഗ്രസ്സുകാർ മെല്ലെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഈ നട്ടാൽ കുരുക്കാത്ത നുണയുമായി ഇക്കൂട്ടർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ BJP കൂടാരത്തിലേക്ക് പോകാൻ ടിക്കറ്റും വാങ്ങി ക്യൂവിൽ നിന്നും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരാണ്? ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഞാൻ കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ കുറച്ച് വർഷാന്തരങ്ങൾക്ക് മാസങ്ങൾക്ക് പുറകിലുള്ള BJPയിലേക്ക് കൂടുമാറിയ അവരുടെ ഉച്ഛിഷ്ടവും അവേദ്യവും വാങ്ങി തിന്ന് BJP പാളയത്തിലേക്ക് മത്സരിക്കാൻ പോയ കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയല്ല പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഈ വിഷയവുമായി ചർച്ചയ്ക്ക് ഒത്തുചേരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ
സംഭവിച്ച രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ച് എന്താ കോൺഗ്രസിന് പറയാനുള്ളത്? പത്മജ വേണുഗോപാൽ മുതൽ പത്മിനി തോമസ് വരെ പോയത് ആരിൽ നിന്നാണ്? പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ്? മലപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ്? കണ്ണൂരിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ്? ഇവരെയൊക്കെ BJPക്ക് സമീപ ദിവസങ്ങളിൽ സംഭാവന ചെയ്തത് ഇതൊക്കെ സമീപ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് അറിഞ്ഞ കാര്യം, നിങ്ങളുടെ ദേവികുളത്തെ മുൻ MLA-യും മണിയാച്ചാന്റെ വത്സല ശിഷ്യനുമായിരുന്ന രാജേന്ദ്രൻ BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. ചുമ്മാ അങ്ങനെ ജാവ്ദേക്കറെ കാണില്ലല്ലോ. പണ്ട് മണിയാച്ചാൻ തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, അവസാനം പോകുന്ന ആളുകൾ ലൈറ്റും ഫാനും ഓഫ് ആക്കണം എന്നുള്ളത്. ഇനിയിപ്പോ മൂന്നാറിലെ ഓഫീസിലെ ലൈറ്റും ഫാനും ആരും ഓഫ് ആക്കുവോ എന്തോ? ശരി, ഞാൻ കോൺഗ്രസ് BJPക്ക് സംഭാവന ചെയ്ത 300-ലധികം വരുന്ന പാർലമെന്റ് അംഗങ്ങളെയും 1 ഡസനിലധികം വരുന്ന മുൻ മുഖ്യമന്ത്രിമാരെയും സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങനോട് തിരികെ ചോദിക്കുകയാണ്, നിങ്ങളുടെ രാജേന്ദ്രൻ ഏതോ ജാവദേക്കറുമായി പോയിരുന്ന് ചർച്ച നടത്തിയില്ലേ എന്ന്. മാധ്യമ വാർത്തകൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനും കണ്ടു. ഞാനതിനെ തള്ളിക്കളയുന്നില്ല, നടത്തിയിട്ടുണ്ടാകാം. ഈ രാജേന്ദ്രൻ ആരാണ്? ഇപ്പൊ CPIM-ന്റെ പാർട്ടി അംഗത്വത്തിലുണ്ടോ? എന്താ അങ്ങയുടെ അഭിപ്രായം? അങ്ങ് പ്രേക്ഷകരോട് പറ. അല്ല, ഇപ്പോൾ അദ്ദേഹം പാർട്ടി അംഗത്വത്തിലില്ല. അദ്ദേഹത്തോട് പാർട്ടി അംഗത്വം പുതുക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. രാജേന്ദ്രൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസമല്ലേ ജയിക്കെ നിങ്ങളുടെ ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തിയത്. രാജേന്ദ്രൻ പോകില്ല എന്ന് ആധികാരികമായി പറഞ്ഞത് MV ഗോവിന്ദൻ മാസ്റ്ററാണ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. രാജേന്ദ്രൻ പോകില്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തെ നോക്കി ഉറപ്പ് പറഞ്ഞിട്ട് എത്ര ദിവസം തികയുന്നതിന് മുമ്പാണ് പ്രകാശ് ജാവ്ദേക്കറെ അങ്ങോട്ട് പോയി രാജേന്ദ്രൻ വണങ്ങുന്നത്? ശരി, ഇനി എന്റെ ഉത്തരത്തെ അങ്ങ് തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ആങ്കർ ഉൾപ്പെടെ സംബന്ധിച്ചിരിക്കുന്നു CPIM-ന്റെ പാർട്ടി അംഗത്വം ഇല്ലാത്ത, എന്നാൽ CPIM-ന്റെ മുൻ നേതാവായ രാജേന്ദ്രൻ ഇന്ന് BJP നേതാവുമായി ചർച്ച നടത്തിയത് ആങ്കർ എന്നോട് ചോദിക്കുകയാണ്. എന്തിനെ സംബന്ധിച്ച് ചോദിക്കുകയാണ്, കേരളത്തിലെ ആദരണീയനായ കോൺഗ്രസിന്റെ മുൻ നേതാവും ലീഡർ എന്ന് കോൺഗ്രസുകാർ അഭിമാന പുരസ്സരം വിളിക്കുന്ന ആളുമായ K കരുണാകരന്റെ മകൾ, അവർ കോൺഗ്രസിന്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിച്ചയാളായിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ സുപ്രധാന മുഖമായി കേരളത്തിൽ ഉണ്ടായിരുന്നയാളായിരുന്നു. അവർ BJP ടിക്കറ്റിലേക്ക് പോയി തന്റെ സഹോദരനായിട്ടുള്ള ഇപ്പോഴത്തെ വടകര പാർലമെന്റ് മെമ്പറും ഇപ്പോഴത്തെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും ചേട്ടനും BJP-യിലേക്ക് വരും, ഞാൻ പരവതാനി വിരിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി അംഗത്വമില്ലാത്ത ഒരാൾ BJP-കാരനുമായി ചർച്ച നടത്തിയില്ലേ എന്നാണ് ആങ്കറുടെ ചോദ്യം. അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന AK ആന്റണിയുടെ പ്രിയപുത്രൻ അദ്ദേഹം BJP-യിലേക്ക് പോയി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ CPIM-ന്റെ പാർട്ടി അംഗത്വം ഇല്ലാത്ത ഒരാൾ BJP നേതാവുമായി ചർച്ച നടത്തിയില്ലേ എന്നുള്ളതാണ് തിരികെയുള്ള ചോദ്യം. പത്മജ വേണുഗോപാൽ മുതൽ പത്മിനി തോമസ് വരെയും KS രാധാകൃഷ്ണൻ മുതൽ PSC ചെയർമാനും മുൻ വൈസ് ചാൻസലറുമായിരുന്ന അബ്ദുൾ സലാം വരെയുള്ളവരും കേരളത്തിൽ പിണറായി വിജയനെ തോൽപ്പിക്കാൻ ധർമ്മടത്ത് മത്സരിച്ചിരുന്നത് C രഘുനാഥൻ മുതൽ വിനോദ് തോമസ് വരെയുള്ളവരും കേരളത്തിലെ ഡസൻ കണക്കിന് വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഔദ്യോഗിക പദവി വിട്ടൊഴിഞ്ഞ് വലിച്ചെറിഞ്ഞ അപ്പകഷ്ണങ്ങൾക്കും അധികാര പദവികൾക്കും പുറകെ RSS-ന്റെ അംഗത്വം സ്വീകരിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തിരികെ പറയുന്നത് CPIM-ന്റെ അംഗത്വമേ ഇല്ലാത്ത ഒരാൾ എന്തിന് BJP നേതാവുമായി ചർച്ച നടത്തി എന്നുള്ളതാണ്. ഇത് മാന്യതയുള്ള ഒരു വാദമാണോ? യുക്തിസഹമായി പറയുന്നില്ല. എത്ര തവണ CPM-ന്റെ മെമ്പറായി അദ്ദേഹം ദേവികുളത്ത് നിന്ന് നിയമസഭയിലേക്ക് പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യം രാജേന്ദ്രനുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ ചാനലുകൾ തന്നെ എത്രയോ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇടുക്കിയിലെ ഏറ്റവും പ്രമുഖരായ CPM നേതാക്കളുടെ പട്ടികയിലുള്ള ആളാണ് എസ് രാജേന്ദ്രൻ. അദ്ദേഹം കഴിഞ്ഞ കുറച്ചു നാളായി പാർട്ടി നേതൃത്വവുമായി ഭിന്നതയിലായതിനെ തുടർന്ന് മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നുള്ളത് ശരി. പക്ഷേ രാജേന്ദ്രന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയത് ആരാണ്? MV ഗോവിന്ദൻ മാസ്റ്ററാണ്. പാർട്ടി മെമ്പർഷിപ്പ് പോലില്ലാത്ത ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് എന്തിനാ നാട്ടുകാർക്ക് ഉറപ്പ് നൽകേണ്ട കാര്യം? രാജേന്ദ്രൻ പോകില്ല എന്ന് നിങ്ങളുടെ പാർട്ടി എന്തിനാണ് വിശദീകരിച്ചത്? പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങ് പറയുന്നു അദ്ദേഹം ഇടുക്കി ജില്ലയിലെ സമുന്നതനായ നേതാവായിരുന്നു എന്നുള്ളത്. ഞാൻ ഇരിക്കട്ടെ, ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ അദ്ദേഹം എന്തായാലും BJP ചേർന്നതായി സ്ഥിരീകരണം അങ്ങേക്ക് ലഭിച്ചോ? ഇല്ലായല്ലോ. അപ്പോൾ ആ സ്ഥിരീകരണം വരട്ടെ, എന്നിട്ട് മറ്റു വിശദാംശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെ ഏതാണ് അല്ല ഉടനെ ചേരുമെന്ന് പറഞ്ഞതാ, അല്ലാതെ ഇപ്പൊ പ്രകാശ് ജാവ്ദേക്കറോട് പോയിട്ട് അദ്ദേഹത്തിന് ഇപ്പോ കമ്പോള നിലവാരം ചർച്ച ചെയ്യാനൊന്നും ഇല്ലല്ലോ. അത് അങ്ങയുടെ ആഗ്രഹമാണ് അദ്ദേഹം ഉടനെ ചേരുമെന്നുള്ളത്. എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. ഞാനിപ്പോ പക്ഷെ പാർട്ടി അംഗത്വം ആൾക്കാർ എവിടെ ചേർന്ന് കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ പാർട്ടിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന് A രാജ എന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ MLA അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം നേരിട്ടു. പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സംഘടനാ പ്രശ്നങ്ങളുടെ പേരിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടതും മറ്റു കാര്യങ്ങളൊക്കെ.
അപ്പൊ അങ്ങയുടെ തന്നെ ഇപ്പൊ വിശദീകരിച്ച വാചകം കടമെടുത്താൽ, എന്റെയല്ല, അങ്ങയുടെ തന്നെ ഇപ്പൊ വിശദീകരിച്ച വാചകം കടമെടുത്താൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ ആ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. ആ കേസിൽ അദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്താക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നടപടിയെടുക്കുന്നു. അങ്ങനെ ഒരാൾ BJP-യിൽ ചേരുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നു. ഞാൻ ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു അദ്ദേഹം ജാവദേക്കറുമായി ചർച്ച നടത്തിയില്ലേ, ഉറപ്പായും ചേരും. അങ്ങയുടെ വാക്കുകൾ സത്യസന്ധമാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടാകും. ഇരിക്കട്ടെ, നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാം. ഞാൻ പറയുന്നത് പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ തൊട്ടു മുമ്പ് വിശദീകരിച്ചത് അഖിലേന്ത്യാ കോൺഗ്രസ് സ്പോക്സ്പേഴ്സൺ മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വം അലങ്കരിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലെ റാങ്ക് ആൻഡ് ഫയൽ പരമപണ്ഡിതന്മാരും പ്രമുഖന്മാരുമായിട്ടുള്ള നൂറുകണക്കിന് വരുന്ന കോൺഗ്രസുകാരെ കുറിച്ചാണ്. അവർ സംഭാവന ചെയ്തതാണ് കേരളത്തിലെ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക. ആ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വീണ്ടും സംഭാവന ചെയ്യാൻ ആലപ്പുഴയിൽ ഒരു KPC അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വരെ മത്സരിക്കുന്നു. നിങ്ങൾക്കാണ് ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിന്റെ മറ്റൊരു സുപ്രധാനമായ ഭാഗം CPM BJP ഡീലിനെ സംബന്ധിച്ചല്ലേ. കേരളത്തിൽ ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് BJP ആകും ജയിക്കുക. ആര് തമ്മിലാണ് ഡീല്? ആ ഡീലിനെ സംബന്ധിച്ച് അങ്ങെന്താണ് ചോദിക്കാത്തത്? പരസ്യമായ ഡീലല്ലേ. ഇപ്പോൾ ഇവർ പറയുന്നത് രഹസ്യ സംവാദത്തെ കുറിച്ചാണ്. ഏതോ പാലം പണിതിരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നൊരു പാലം നേരെ രാജസ്ഥാനിലേക്ക് പണിതിട്ടുണ്ട്. അത് പണിതത് KPCC സെക്രട്ടറി അല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചെറിയ കോൺഗ്രസ് നേതാവിനെ പോലെയല്ല. ഇവരെയൊക്കെ നിയന്ത്രിക്കാനും നടപടിയെടുക്കാനും ഇവരൊക്കെ പേടിയോടുകൂടെ കാണുന്ന AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് നേരിട്ടൊരു പാലം പണിതിരിക്കുക. ആലപ്പുഴയിൽ ജയിച്ചാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഞാൻ BJP-യെ ജയിപ്പിക്കാം. ഇതല്ലേ പരസ്യമായ ഡീല്? ആ ഡീലിനെ സംബന്ധിച്ച് അങ്ങേക്ക് എന്താണ് ആശങ്കയില്ലാത്തത്? ആ ഡീലിനെ സംബന്ധിച്ച് അങ്ങേക്ക് എന്താണ് ചോദ്യമില്ലാത്തത്? രാജസ്ഥാനിൽ കൈപ്പത്തിക്ക് വോട്ട് കുത്തിയാൽ, അല്ല, രാജസ്ഥാനിൽ താമരയ്ക്ക് വോട്ട് വിജയിക്കും, ആലപ്പുഴയിൽ കൈപ്പത്തിക്ക് ഇതിപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്കല്ല നിങ്ങൾക്കാണ് ഡീൽ എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്താണ് മറുപടി? അല്ല, എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് ജയ്ക്ക് ഇവിടെ പറയുന്നത്. ജയ്ക്കിനെ സംബന്ധിച്ച് ജയ്ക്കിന് കുറച്ച് ചരിത്രം കൂടെ ഒക്കെ പഠിക്കുന്നത് നല്ലതാ. ജയ്ക്ക് കഴിഞ്ഞ കുറെ കാലത്തെ ചരിത്രം എടുത്തു നോക്കൂ. CPM-ന്റെ വാരണാസിയിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നരേന്ദ്രമോദി ജയിക്കുന്ന സ്ഥലം. അതുപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും 13% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന നിങ്ങൾക്കിപ്പോൾ 0.3% ഒക്കെ ആയി മാറണമെങ്കിൽ എന്താണ് ഈ രാജ്യം മുഴുവൻ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾ വിലയിരുത്തുക. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ബംഗാളിൽ ഇല്ലാതായത്, ത്രിപുരയിൽ ഇല്ലാതായത്, പഞ്ചാബിൽ ഇല്ലാതായത്, രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ, തെലങ്കാനയിൽ, ആന്ധ്രയിൽ ഒക്കെ ഇല്ലാതായിരിക്കുന്നു. ആ ഇല്ലാതായവരൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ ഉണ്ട് ജയ്ക്ക്. അത് നിങ്ങൾ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഒന്ന് ആലോചിക്കണം, പാർട്ടിയിൽ ഇതൊക്കെ ഒന്ന് ഉന്നയിക്കണം. ഈ ആളുകൾ മുഴുവൻ പോയിരിക്കുന്നത് സംഘപരിവാറിലേക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറയട്ടെ, കേരളത്തിൽ നിരവധി ഉദാഹരണം പറയാനുണ്ട്, നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കാര്യം പറയാം, വിശ്വനാഥ മേനോന്റെ കാര്യം പറയാം. NDAക്ക് ആദ്യം ഇവിടെ പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത് ആരായിരുന്നു? PC തോമസിലൂടെ നിങ്ങളല്ലേ അക്കൗണ്ട് തുറന്നു കൊടുത്തത്. എത്രയോ ആളുകൾ, വലിയ ലിസ്റ്റാണ് നമ്മളുടെ കയ്യിലുള്ളത്, എത്രയോ ആളുകളാണ് BJP-യിലേക്ക് പോയത്. ഇന്ന് BJP-യുമായി CPM-ന് കേരളത്തിൽ ഡീലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജയ്ക്ക് വൈകി വന്നുകൊണ്ട് വെച്ചാൽ പറഞ്ഞു കാണില്ല. നിങ്ങൾ മതേതരത്വത്തെ പറ്റി, മതനിരപേക്ഷത എന്ന് പറയുകയും ചെയ്യുന്ന ജയ്ക്കിനെ പോലെ ഉള്ള ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചല്ലേ നിൽക്കേണ്ടത്? അല്ലാതെ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തിയുടെ മത്സരിക്കുന്ന ആളുകൾ, പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ആളുകളുമായി ഡീൽ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? കൊടകര പണമിടപാടിനെ കുറിച്ച് താങ്കൾ വരുന്നതിന് മുൻപ് ഞാനിവിടെ പറഞ്ഞു, ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് ആ ഡീലിൽ യാതൊരു തെളിവും കേരള പോലീസ് കൊടുത്തിട്ടില്ല എന്ന പത്രമാധ്യമങ്ങൾ മുഴുവൻ വന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഡീലുകളാണ്. എക്സാലോജിക്ക എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള വിഷയം, മാസപ്പടി വിഷയം, അത് ആരുമായിട്ടാണ് ഡീല്? ഈ ഡീല് കൊണ്ടല്ലേ ഈ കാലം 2021 ഉണ്ടായിരുന്ന കേസ്, ED അന്വേഷിച്ച കേസ് എവിടെ പോയി? ഈ രാജ്യത്ത്, ഈ കേരളത്തിലെ ജനങ്ങൾ അത് ചർച്ച ചെയ്യുകയാണിന്ന്. 2021 ഉണ്ടായിരുന്ന EDയുടെ കേസ്, എക്സാലോജിക്കെതിരെ, അത് എന്തുകൊണ്ട് മറച്ചുവെച്ചു? ഇവിടെയുള്ള ലൈഫ് മിഷൻ്റെ കേസ്, സ്വർണ്ണ കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ഈ കേസുകളെല്ലാം അന്വേഷിക്കാൻ ED വരികയും പിന്നീട് അത് ആവിയായി പോവുകയും ചെയ്യുന്നത് എന്ത് ഡീലാണ്? ഇപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാരാ? LDFന്റെ കൺവീനർ തന്നെ, അല്ല ഞങ്ങളാരും പറഞ്ഞതല്ലല്ലോ. ഒരു ചിത്രത്തെക്കുറിച്ച് ഇവിടെ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടു. ശരിയാണ്, ഒരു ചിത്രം പലരുമായിട്ടും നമ്മൾ പൊതുവേദികളിൽ കാണും, പൊതുവായിട്ടുള്ള സമ്മേളന പരിപാടികളിലോ കല്യാണങ്ങളിലോ ഒക്കെ കാണും. ചിലപ്പോൾ ചിത്രം എടുത്തു എന്നിരിക്കും, അതിലൊന്നും കുഴപ്പമില്ല.
ഞാൻ പറഞ്ഞല്ലോ ഇതെന്താണ്, ഇത് വളരെ വ്യക്തമായി സമ്മതിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിരിക്കുന്നു എന്താണ് ഒരു ബിസിനസ് ഷെയർ ഉണ്ടായാൽ പ്രശ്നം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട LDFന്റെ കൺവീനർ തന്നെ ചോദിക്കുകയാണ്, ഇന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്നത്. പിന്നെ ഗോപാലകൃഷ്ണന് ഒരു മറുപടി ഞാൻ പറയാം. ഇപ്പോൾ രാഹുൽ കസ്വാൻ BJP വിട്ട് കോൺഗ്രസിലേക്ക്, നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസിന് അധികാരമില്ല. കോൺഗ്രസിന് കഴിഞ്ഞ 10 വർഷമായി അധികാരമില്ല. ഞങ്ങൾക്ക് ED വെച്ച് ഭീഷണിപ്പെടുത്തുന്ന പാർട്ടിയല്ല ഇത്. ഡാനിഷ് അലിയും പപ്പു യാദവും കോൺഗ്രസിലേക്ക് വരുന്നു. പിന്നെ സദാനന്ദ ഗൗഡ ഉടനെ തന്നെ വരാനിരിക്കുന്നു, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകൾ ഭരണമില്ലാത്ത പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഹരിയാനയിൽ അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള MP വിജേന്ദ്ര സിംഗ്, ഇങ്ങനെ നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് വരികയാണ്. ഗോപാലകൃഷ്ണ, താങ്കൾ ഈ ജനം TVയും ജന്മഭൂമിയും മാത്രം വായിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ അറിയാത്തത്. മറ്റു പത്രമാധ്യമങ്ങളൊക്കെ താങ്കൾ നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഇന്ന് കേരളത്തിൽ ചർച്ചയാകേണ്ട വിഷയം എന്താണ്? ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഇന്ത്യ എന്ന് പറയാൻ കൂടി ഇപ്പോൾ മടിയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, ഇന്ത്യ. ഇപ്പോൾ BJPക്കാർ പറയുന്ന പുതിയൊരു വാക്കാണ് ഇന്ത്യ. അത് എന്ത് ഇന്ത്യ എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യ എന്ന് പറയൂ, INDIA, ഇന്ത്യ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഭിമാനക്ഷതം? ആ വാക്ക് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഭയം? നിങ്ങൾ ഇന്ത്യ മുന്നണിയെ ഭയക്കുന്നു. ഞങ്ങളല്ല ഭയക്കുന്നത്, ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞങ്ങൾ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ ഉള്ള മുഴുവൻ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്ന് ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തിയായ നിങ്ങളോട് പോരാടാൻ തയ്യാറായിട്ട് നിൽക്കുക. അതിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി. ഞങ്ങൾ അഭിമാനത്തോടെയാണ് പറയുന്നത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ താങ്കൾ പൂച്ചയെ പറ്റിയൊക്കെ വല്ല വിശദീകരണം നടത്തി. ഈ പാർട്ടി ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാ, അക്കാമച്ചെറിയാന്റെ പാർട്ടിയാ. ആ പാരമ്പര്യമുള്ള ആളുകളാ ഞങ്ങളൊക്കെ. വർഷം കുറെ ആയി, 10-35 വർഷമായി ഈ പണിയൊക്കെ തുടങ്ങിയിട്ട്. ഗോപാലകൃഷ്ണൻ എത്ര വർഷമായി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. താങ്കളപ്പോൾ അതുകൊണ്ട് ആളുകളെ അത്തരത്തിൽ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട. ഇവിടെ ചർച്ചയിലേക്ക് വരൂ. ഇവിടെ രാഷ്ട്രീയമായ ചർച്ചയല്ലേ നമ്മൾ നടത്തുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് EP ജയരാജന്റെ കുടുംബവും അതുപോലെ തന്നെ ചന്ദ്രശേഖരന്റെ കുടുംബവും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. ഇവര് നടത്തുന്ന ബിസിനസ് ഡീൽ 2010 ജയിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ജയിക്കിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, 2010 തെറ്റുതിരുത്തൽ രേഖയിൽ മക്കൾ ചെയ്യുന്നത്, കുടുംബാംഗങ്ങൾ ചെയ്യുന്നത് ഒക്കെ പുറത്തു പറയണം, സുതാര്യമായിരിക്കണമെന്ന് നിങ്ങളെടുത്ത തീരുമാനമല്ലേ? ആ തീരുമാനത്തിന്റെ എതിരായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ നേതാക്കന്മാർ ചോദിക്കാത്തത്? അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾ ചോദിക്കാത്തത്? ഇവിടെ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് മുഴുവൻ കേരളത്തിൽ BJPയെ എങ്ങനെ ജയിപ്പിക്കാം എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസിനെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് CPM ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ മത്സരമാണ് ഇവിടെ കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. ശരി, ഓക്കെ. ഞാൻ BJPയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജയ്ക്ക് ഒരല്പം താമസിച്ചതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ജയ്ക്കിന് മിസ്സായിട്ടുണ്ട്. ശ്രീ ജയ്ക്ക് തോമസ്, കഴിഞ്ഞ ആഴ്ച വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് കേരളത്തിലെ ആളുകൾ LDF കൺവീനർ BJP സ്ഥാനാർത്ഥികളെ മികച്ചവർ എന്ന് വിശേഷിപ്പിക്കുന്നതും BJP 2ാം സ്ഥാനത്ത് വരും അല്ലെങ്കിൽ മികച്ച എതിരാളികളാകും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതും. അന്ന് കോൺഗ്രസ് ഇദ്ദേഹം LDFന്റെയും NDAയുടെയും സംയുക്ത കൺവീനറാണ് എന്നൊക്കെ ആക്ഷേപിച്ചു. അത് രാഷ്ട്രീയം. ഇന്നിപ്പോ EP ജയരാജൻ സമ്മതിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വൈദേകം എന്ന റിസോർട്ടിൽ ഷെയർ ഉണ്ട്. ആ ഷെയർ വിൽക്കാൻ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ്. ഇതുവരെയും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എനിക്ക് EP ജയരാജനെ ഫോൺ വിളിച്ചുള്ള പരിചയം പോലും ഇല്ലെന്നാണ്. ഇന്ന് അദ്ദേഹം ചോദിക്കുന്നു ബിസിനസ് ബന്ധം ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ട് എന്ന് കരുതി അത് രാഷ്ട്രീയ ബന്ധമാകണോ എന്ന്. ബിസിനസ് ബന്ധവും രാഷ്ട്രീയ ബന്ധവും വേറെ വേറെ അല്ലേ എന്ന്. അപ്പോൾ ഇതിനെല്ലാം കോൺഗ്രസ് ഒരുമിച്ച് ചേർത്ത് ഈ ഡീൽ രാഷ്ട്രീയ ഡീലാണ് എന്ന് പറയുകയാണ്. എനിക്ക് ഇതിന് മാത്രമല്ല, കോൺഗ്രസ് നേതാവ് ഉയർത്തിയ എല്ലാ വാദങ്ങൾക്കും കൂടെ പ്രതികരിക്കാനുള്ള സമയമാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഒരു 3 മിനിറ്റ്. ആവോളം മതിയാവും. അവർക്ക് കൊടുത്ത അത്ര സമയം എനിക്ക് വേണ്ട. അതാണ് 3 മിനിറ്റ്. അപ്പോ തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ നേതാവ് വീണ്ടും LDF കൺവീനറുടെ ബിസിനസ് പങ്കാളിത്തത്തെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള മാധ്യമ വാർത്തകളെ കുറിച്ചൊക്കെ വീണ്ടും വിശദീകരിക്കുകയാണ്. ഞാൻ അക്കമിട്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. ആര് തമ്മിലാണ് ബാന്ധവം? ആലപ്പുഴയിൽ കൈപ്പത്തിക്ക് കുത്തിയാൽ എങ്ങനെ രാജസ്ഥാനിൽ താമര വിരിയും? രാജ്യസഭയിൽ ഇനിയും ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് രാജ്യസഭയിലേക്ക് ഒരു മെമ്പറെ സംഭാവന ചെയ്യാനുള്ള ഡീലുമായിട്ടാണ് നിങ്ങളുടെ നിലവാരത്തിലുള്ള നേതാവല്ല, നിങ്ങളുടെ ഉയർന്ന നിലവാരത്തിലുള്ള നേതാവെന്ന് സ്വയം അഹങ്കരിച്ച് നടക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ ആ അച്ചാരവും വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. മലപ്പുറത്തും കണ്ണൂരിലും പത്തനംതിട്ടയിലും മുതൽ പത്മജ വേണുഗോപാലിനെയും പത്മിനി തോമസിനെയും വരെ സംഭാവന ചെയ്ത 100 കണക്കിന് വരുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പലായനം
ആ ഡീലിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ ഡീലിൽ നിങ്ങൾക്കൊക്കെ എത്ര കോടി കിട്ടി? ആ ഡീലിൽ നിങ്ങളൊക്കെ എന്തുകൊണ്ട് നിശബ്ദരായി നിർനിമേഷരായി നിന്നു? അവർ ഒരു യുവാവ് എന്ന നിലയിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങേക്ക് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയോട് ഒരു ചോദ്യം ചോദിച്ചുകൂടെ? രാജസ്ഥാനിൽ നിന്ന് BJP നേതാവിനെ വിജയിപ്പിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നതെന്ന് സത്യസന്ധമായും എനിക്കറിയാം. അങ്ങേക്ക് ആ ചോദ്യം ചോദിക്കാൻ എന്നിട്ട് എന്നോട് അദ്ദേഹത്തിന്റെ അവസരം ഉപയോഗിച്ച് അദ്ദേഹം പറയുകയാണ് ചരിത്രം പഠിക്കാൻ തയ്യാറാകണം എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ബംഗാളിനെ നിങ്ങൾ നോക്ക്, ത്രിപുരയെ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ കുറഞ്ഞ വോട്ട് ഷെയറിനെ കുറിച്ചൊക്കെ നോക്കുന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ചരിത്രം പഠിക്കാൻ കോൺഗ്രസ് നേതാവ് എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഞാൻ ആ ഉപദേശം തള്ളിക്കളയുന്നത് ഞാൻ സ്വീകരിക്കാം. ചരിത്രത്തിൽ പ്രഗത്ഭനല്ല, പാണ്ഡിത്യം അവകാശപ്പെടാനുമില്ല, ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കരുതുന്നത്. പക്ഷെ ബംഗാളിനെയും ത്രിപുരയും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് CPM-ന്റെ പ്രതിനിധിയായ എന്നോട് ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞാൽ തിരികെ എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ട വരത്തില്ലേ? 977 വരെ ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമായിരുന്നില്ലേ പശ്ചിമ ബംഗാൾ? 77-ൽ നിന്ന് 87 കഴിഞ്ഞ് 97 കഴിഞ്ഞ് 2007 കഴിഞ്ഞ് 2017 കഴിഞ്ഞ് ഇനി 2027-ലേക്ക് 3 വർഷം കൂടിയുള്ളൂ. 47 വർഷമായി നിങ്ങൾ ബംഗാളിൽ കച്ചി തൊട്ടിട്ട്, ബംഗാളിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിട്ട് 47 വർഷമായി. കോൺഗ്രസ് ബംഗാളിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിട്ട് 47 വർഷമായിട്ട് ഇപ്പോഴും അവിടെ ഒരു പ്രധാന കക്ഷിയായി കൂടുതൽ സീറ്റിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്ന CPM-ന്റെ പ്രതിനിധിയോട് കോൺഗ്രസ് പ്രതിനിധി പറയുകയാണ് നിങ്ങൾ ബംഗാളിനെ നോക്കി ചരിത്രം പഠിക്കണമെന്ന്. ത്രിപുരയിൽ അങ്ങയുടെ പാർട്ടിക്ക് മാത്രം മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. എത്രയോ പതിറ്റാണ്ടുകളായി ത്രിപുരയിൽ മുഖ്യമന്ത്രി പോയിട്ട് ക്യാബിനറ്റ് റാങ്ക് പദവി പോലും ഇല്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി. എന്നിട്ട് ത്രിപുരയിൽ ഇപ്പോഴും ശ്രദ്ധേയമായ ഒന്നാമത്തെ പ്രതിപക്ഷ പാർട്ടിയായ CPM-ന്റെ പ്രതിനിധിയായി എന്നെ നോക്കി ത്രിപുരയിൽ പതിറ്റാണ്ടുകളായി മന്ത്രിസഭയിലോ ക്യാബിനറ്റ് പദവിയോ ഒന്നുമില്ലാത്ത കോൺഗ്രസിന്റെ നേതാവ് ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് ത്രിപുരയെ നോക്കി എന്നോട് പറയുകയാണ് നിങ്ങൾ ചരിത്രം പഠിക്കാൻ തയ്യാറാകണമെന്ന്. യുക്തിസഹമായി ചിന്തിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ, ആരാണ് ചരിത്രം പഠിക്കേണ്ടത്? ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും കോൺഗ്രസ് ആണോ അതോ CPM ആണോ? ആരാ ചരിത്രം കൂടുതൽ പഠിക്കേണ്ടത്? നമ്മുടെ തലയ്ക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പ്രേക്ഷകർ ചിന്തിക്കട്ടെ. അതാണ് ചരിത്രത്തെ സംബന്ധിച്ചുള്ള അങ്ങയുടെ ചോദ്യത്തോട് എനിക്ക് വിശദീകരിക്കാനുള്ളത്. പിന്നെ ഇവിടെ പറയുമ്പോഴോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുതൽ AICC നേതാക്കന്മാർ മുതൽ കൂറുമാറിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് CPM-ന്റെ പാർട്ടിയെ, ഇത് മര്യാദയാണോ അങ്ങ് ഇടപെടുന്നത്? CPM-ന്റെ പാർട്ടി അംഗം പോലും അല്ലാത്ത ആളുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അവരൊക്കെ നിങ്ങളുടെ ഭാഗമായി നിന്നിരുന്നില്ലേ എന്ന്. ഞങ്ങളുടെ CPM-ന്റെ പാർട്ടി അംഗത്തിൽ നിന്ന് BJP-യിലേക്ക് പോയ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഒരാളെ പറയാൻ കഴിയുമോ? ഇവിടെ ഇപ്പോഴും അംഗത്വം നഷ്ടപ്പെട്ട ഒരാൾ BJP നേതാവുമായി ചർച്ച നടത്തിയതാണ് കേരളത്തിലെ വാർത്ത. അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അതുകൊണ്ട് എന്താ പ്രത്യേകത? ഞാൻ ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാർ BJP-യിൽ ചേർന്നാൽ അത് ആശങ്കയില്ല, അതിൽ ചർച്ചയില്ല. പക്ഷേ CPM-ന്റെ പാർട്ടി അംഗം നഷ്ടപ്പെട്ട ഒരാൾ BJP നേതാവുമായി ചർച്ച നടത്തിയാൽ അത് വാർത്തയാണ്. എന്താ അതിന്റെ പ്രത്യേകത? CPM-ന്റെ പാർട്ടി അംഗത്വം ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്കെങ്കിലും ഉണ്ടായിരുന്ന അന്തസ് അങ്ങയുടെ പാർട്ടിയിലെ ദേശീയ നേതാവിന് പോലും ഇല്ല എന്നുള്ളതാണ് ആ ചർച്ചയിലൂടെ മനസ്സിലാകേണ്ടത്. അങ്ങ് കണ്ടുപഠിക്കണം വർഗീയതയെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന്, മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്. മുന്നണിയെ കുറിച്ച് അങ്ങ് പറഞ്ഞു അല്ലെ? ആ കൂട്ടായ്മയെ ശിഥിലീകരിക്കാൻ ശ്രമിച്ചതാരാണ്? ശരി, ഓക്കെ, അത് നമുക്ക് ഇന്ത്യ മുന്നണിയുടെ കാര്യം ചർച്ച ചെയ്യാം. ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങയുടെ അവസരം. ഇപ്പൊ കേരള രാഷ്ട്രീയം തിരിയുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തിരിയുന്നത് BJP-യെ കൂടുതൽ ശക്തമായി എതിർക്കുന്നത് ആരാണ്? ഇത് ഞങ്ങളാണ് എന്ന് കോൺഗ്രസും CPM-ഉം അവകാശപ്പെടുന്നു. BJP-യെ സഹായിക്കുകയാണ് നിങ്ങൾ എന്ന് കോൺഗ്രസ് CPM-നെ നോക്കിയും CPM കോൺഗ്രസിനെ നോക്കിയും പറയുന്നു. ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ BJP-യുമായി ഏറ്റവും കടുത്ത വൈരാഗ്യമുള്ളത് ആർക്കാണ് എന്ന് തെളിയിക്കേണ്ടി വരും. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഇവിടെ എന്തോ കിണ്ടിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഇന്ത്യ സഖ്യം എന്നാണ് പറഞ്ഞത്. കിണ്ടിയുമായിട്ട് നല്ല ബന്ധമുള്ളവർക്ക് കിണ്ടിയെക്കുറിച്ച് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് പറയാം. എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയാത്തത് എന്ത്? ഇന്ത്യ എന്ന് ഇന്നത്തെ ഈ സഖ്യത്തെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് നാണക്കേട്. പക്ഷെ ഈ സ്ത്രീയെ കൊണ്ട് തോറ്റുല്ലോ, ഭയങ്കര കഷ്ടമാണല്ലോ ഇവരിങ്ങനെ ഇടപെടാൻ തുടങ്ങിയാല്. ഞങ്ങളൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, ഇവരെന്തിനാ ഇടപെടുന്നത് ഇടയിലേട്? ഒന്ന് മിണ്ടാതിരിക്കാൻ പറയേ, അതല്ലേ മാന്യത. ഇന്ത്യ സഖ്യം എന്ന് ഞങ്ങൾ പറയാൻ കാരണം, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിന് തന്നെ നാണക്കേടാണ്. ഈ സഖ്യത്തെ, ഈ ഇന്ത്യയെ അപമാനിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ യാത്രയുണ്ടായിരുന്നല്ലോ, രാഹുൽ ഗാന്ധിയുടെ യാത്ര. ആ യാത്ര ബോംബെയിൽ സമാപിച്ചപ്പോൾ ഒരു വലിയ പ്രസ്താവന നടത്തിയ അദ്ദേഹം.
കേരളത്തിലെ പല മാധ്യമങ്ങളും അത് കണ്ടില്ല എന്നടിച്ചു. കാരണം അവരൊക്കെ നിങ്ങളെ സഹായിക്കുന്നവരാണല്ലോ. അതിലെ ഏറ്റവും വലിയ പ്രസ്താവന എന്താ? ഹിന്ദു ധർമ്മശക്തിയെ തകർക്കാനാണ് ഈ സഖ്യം. ഹിന്ദു ധർമ്മശക്തിയെ തകർക്കാനോ? നിങ്ങൾ BJP തകർക്കാൻ പറഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ആളുകളെ, മോദിയെ തകർക്കാൻ പറഞ്ഞോളൂ, വിരോധമില്ല. ഹിന്ദു ധർമ്മശക്തിയെ തകർക്കാനാണ് ഈ സഖ്യം. എന്നിട്ട് ആ സഖ്യത്തെ ഞങ്ങൾ ഇന്ത്യ സഖ്യം എന്ന് വിളിക്കണോ? അത് ഇന്ത്യക്ക് തന്നെ നാണക്കേടായതുകൊണ്ടാണ് അതിനെ ഇന്ത്യ സഖ്യം എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ബഹുരസം തോന്നുക ഇവിടുത്തെ ചർച്ച കാണുമ്പോൾ. ഇപ്പോൾ CPMൻ്റെ പ്രതിനിധി വന്നു, അദ്ദേഹം പറയുന്നത് എന്താ? 300-ൽ പരം പാർലമെൻറ്റ് അംഗങ്ങളെ കാണിച്ചു തരാമെന്നാണ് പറയണത്. കോൺഗ്രസിൽ നിന്ന് വന്നത് ആകെ BJPക്ക് 303 പേരേ ഉള്ളൂ പാർലമെൻറ്റിൽ. അതിൽ 300 പേരും 300-നേക്കാൾ കൂടുതൽ ആളുകളും കോൺഗ്രസിൽ നിന്ന് വന്നാൽ പിന്നെ BJPയിൽ ആരും ഇല്ല എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം, CPM അവകാശപ്പെടുന്നു BJPയും കോൺഗ്രസും തമ്മിൽ ബാധവമുണ്ടെന്ന്. കോൺഗ്രസ് അവകാശപ്പെടുന്നു CPMഉം BJPയും തമ്മിൽ ബാന്ധവമാണ്. ഇവർ രണ്ടുപേരും ഒരേപോലെ അവകാശപ്പെടുക. അപ്പോഴാണ് എൻ്റെ ലളിതമായ ചോദ്യം ഇവിടുത്തെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകുന്നു? നിങ്ങൾ പറയുന്ന ഈ കാഴ്ചപ്പാടാണെങ്കിൽ BJPയുമായി സഖ്യം ചേർന്ന ഒരാളെ നിങ്ങൾ എന്തിനാ ദേശീയ തലത്തിൽ സഖ്യം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ആ സഖ്യത്തിൽ നിന്ന് ഇവിടെ കേരളത്തിൽ കോൺഗ്രസുമായി സഖ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഇന്ത്യ സഖ്യത്തിൽ ഇല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾ കാണിക്കണ്ടേ? ഈ കേരളത്തിൽ മാത്രം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങളൊന്ന്, കർണാടക പോയാൽ നിങ്ങളൊന്ന്, പിന്നെ എല്ലാ സ്ഥലത്തും, പിന്നെ ഈ CPM പിന്നെ എവിടെ ഇല്ല, ഉള്ള സ്ഥലത്തൊക്കെ അവർ സഖ്യം. ഞാൻ പറയും, ഇതിനേക്കാൾ നാണക്കേടില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഞാൻ പറയാൻ ഒറ്റ കാര്യം ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊരു വലിയ കക്ഷിയാണ്, വലിയ പാർട്ടിയാണ് എന്നൊന്നും യാതൊരു തരത്തിലും അവകാശപ്പെടുന്ന ആളല്ല ഞാൻ. ഞങ്ങൾക്ക് നിയമസഭയിലൊരു സീറ്റില്ല, ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ ഇന്നൊരു സീറ്റില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, അത് കോൺഗ്രസ് പ്രതിനിധി ദീപ്തി മേരി വർഗീസ് പറഞ്ഞതുപോലെയല്ല. ദീപ്തി മേരി വർഗീസ് അവരുടെ സംഭാഷണത്തിനിടയിൽ ഒരു സത്യം പറഞ്ഞു. അതെന്താണെന്നറിയോ? ഭരണമില്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നു. അത് സത്യമാണ്. നിങ്ങൾക്ക് ഈ ജമ്മം പ്രതിപക്ഷത്തിരിക്കാനാ യോഗം. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇന്ന് ഞങ്ങൾക്കില്ല, പക്ഷെ നാളെ ഈ കേരളത്തിൻ്റെ നിയമസഭയും കേരളത്തിൻ്റെ ലോകസഭ തെരഞ്ഞെടുപ്പിലും ലോകസഭാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി വെന്നിക്കൊടി പാറിക്കും. ഉപ്പ് വെച്ച കലം പോലെ തകരുകയാണ് രണ്ട് പാർട്ടികളും. ഇപ്പൊ നിങ്ങൾ രണ്ട് പാർട്ടിയും കൂടി ഒന്നിച്ചല്ലേ ത്രിപുരയില്? അല്ല, ഒരു മിനിറ്റ് ഞാൻ തീർക്കാം. നിങ്ങൾ രണ്ട് പാർട്ടി ഒന്നിച്ചല്ലേ ത്രിപുരയിൽ ഇവർ സഖ്യത്തില്, ത്രിപുരയിൽ സഖ്യമുള്ളവരാ ഇവിടെ വന്നിരുന്ന് ഈ പൊറോട്ട നാടകം കളിക്കുന്നത്, ഈ ചക്കളാത്തി പോരാട്ടം നടത്തുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും BJPയെ സഖ്യമുണ്ടാക്കിയ കോൺഗ്രസുമായി യോജിക്കില്ല, CPMുമായി യോജിക്കില്ല എന്ന് പറയാനുള്ള തന്റെ ഇടവും ശക്തിയും നിങ്ങൾക്കുണ്ടോ കേരളത്തിലെ നേതാക്കന്മാർക്ക്? അതില്ല. അപ്പൊ എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ എന്തിനാ പറ്റിക്കണേ? ശരി, ഓക്കെ. എന്തായാലും ഫെബ്രുവരി 17-ാം തീയതി രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: ഹിന്ദുയിസത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ പോരാടുന്നത് ഒരു ശക്തിക്കെതിരെയാണ്. ഒരു ചോദ്യമുള്ളത് ഏതാണ് ആ ശക്തി എന്നുള്ളതാണ്. രാജാവിൻ്റെ ആത്മാവ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും CBIയിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെയാണ് എന്നാണ് രാഹുൽ ഗാന്ധി 17-ാം തീയതി പ്രസംഗിച്ചത്. നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി റെക്കോർഡ് സെറ്റ് ചെയ്ത് പോകണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് ഇടവേള. ഇല്ല, ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതുപടി പറഞ്ഞതേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ പോലെ ഹിന്ദുമതത്തിന്റെ ശക്തിക്കെതിരെയോ ഹിന്ദുമതത്തിലെ ശക്തിക്കെതിരെയോ പോരാടുകയാണ് എന്നല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഹിന്ദു ധർമ്മശക്തി എന്നാ പറഞ്ഞത്. ശക്തി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇനി ഹിന്ദുയിസം ശക്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അത് രാഷ്ട്രീയമല്ലല്ലോ. ശക്തി എന്ന് പറഞ്ഞത് ഈ നാട്ടിൽ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാണ് ശക്തി. അങ്ങനെയല്ലേ ഇപ്പോ രാഷ്ട്രീയ പ്രസംഗത്തിൽ എല്ലാ ദുഷ്ട ശക്തികൾക്കുമെതിരെ ഞങ്ങൾ ആയുധമെടുക്കുന്നൊക്കെ പറയാറില്ലേ? വെള്ളയടിക്കാൻ നോക്കണ്ട. ചർച്ച അവസാന ഘട്ടത്തിൽ ശ്രീമതി ദീപ്തി മേരി വർഗീസ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ 6-7 മാസം മുമ്പ് തന്നെ പ്രതിപക്ഷ ബ്ലോക്ക് ഒരുമിച്ച് BJP എന്ന വലിയ ശക്തിക്കെതിരെ ഞങ്ങൾ ഒരു കോമൺ ഗ്രൗണ്ടിൽ നിന്ന് പോരാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാഷ്ട്രീയ പോരാട്ടം തുടങ്ങിയത്. അത് ചിന്ന ഭിന്നമായി പോയി എന്നുള്ളത് വാസ്തവമാണ്. എങ്കിൽ പോലും
ഈ ഇലക്ഷന്റെ ഒരു ബിഗ്ഗർ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ഇവിടെ കേരളത്തിൽ കിടന്ന് ആർക്കാണ് BJP ബാന്ധവം എന്ന പെറ്റി ഇഷ്യൂവിൽ തർക്കിക്കുന്നതിനപ്പുറത്ത് ഇതൊരു നാഷണൽ ഇലക്ഷനാണ്, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യം ഈ ഇലക്ഷനിൽ വേണം, ജനങ്ങൾക്ക് മുമ്പിൽ വെക്കണമെന്ന് ചിന്തിക്കാതെ കോൺഗ്രസ് CPM ഫൈറ്റ് മാത്രമായി മാറുകയാണോ കേരളത്തിലെ ഇലക്ഷൻ? അല്ല അഭിലാഷ്, പെറ്റി ഫൈറ്റ് അല്ല ഇത് നടത്തുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് തുറന്നു കാണിച്ചത്. ഇന്ന് CPM-ഉം BJP-യും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുകയാണ്. അത് പുറത്തു പറയണ്ടേ? അതെങ്ങനെയാണ് പെറ്റി പൊളിറ്റിക്സ് ആവുന്നത്? ഞാനിവിടെ ജയിക്കിനൊരു മറുപടി പറയുകയാണ്. KC വേണുഗോപാലിനെ കുറിച്ച് അദ്ദേഹം ഘോരം ആക്രമിച്ചുകൊണ്ട് സംസാരിക്കുക. എന്താണ് അവരുടെ ഭയം? ആകെ ഉണ്ടായിരുന്ന ഒരു തരി കനൽ അതും കൂടി കെടാൻ പോവുകയാണ്. അതാണ് CPM-നെ ഇപ്പോൾ അലോസരപ്പെടുത്തിയിരിക്കുന്നത്. KC വേണുഗോപാൽ ആലപ്പുഴ തിരിച്ചു പിടിക്കുമെന്ന പൂർണ്ണ ബോധ്യം CPM-നുണ്ട്. ആ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. നിങ്ങളുടെ എത്ര MLA-മാർ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്? നിങ്ങൾ ശൈലജ ടീച്ചറിനെ കൊണ്ട് വടകരയിൽ മത്സരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയം അറിയാവുന്ന കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാകും. ഏത് തരത്തിലാണ് മുഖ്യമന്ത്രി അവരെ ഒതുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അവർ ജയിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. 1500 കോടി രൂപയുടെ PP കിറ്റ് വിവാദം നിൽക്കുകയാണ്. PP ചന്ദ്രശേഖരന്റെ കോടതി വിധികൾ വന്നിരിക്കുകയാണ്. ആ സ്ഥലത്താണ് ശൈലജയെ കൊണ്ട് മത്സരിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒരു തരത്തിലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുപോലെ മറ്റ് MLA-മാരെ നിർത്തിയിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ മാറി മറിഞ്ഞും MLA-മാർ മത്സരിക്കുക അല്ലെങ്കിൽ മാറി മത്സരിക്കുന്നതൊന്നും കേരളത്തിലോ ഈ രാജ്യത്തോ ഒന്നും പുതുമയുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളെ അല്ല പറയട്ടെ, ഒറ്റ കാര്യം കൂടെ അഭിലാഷ്, ശക്തിയെ പറ്റി ഇവിടെ പരാമർശിച്ചു. അതാരാണ് വളച്ചൊടിച്ചത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വളച്ചൊടിച്ചത്. ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ അക്രമങ്ങളും, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന മണിപ്പൂരിൽ, ഹത്രാസിൽ, കത്തുവയിൽ, ഉന്നാവോയിൽ, ബിൽക്കിസ് ബാനുവിന്റെ കേസ്, ഇതെല്ലാം ഈ രാജ്യത്താണ് നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുക, പ്രധാനമന്ത്രി പറയുകയാണ്, ഇത് ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുകയാണ്, ഈ രാജ്യത്തെ സ്ത്രീകളെ ഞാൻ പൂജിക്കുകയാണ്, ആരാധിക്കുകയാണ്. അപ്പൊ ഇവരൊന്നും സ്ത്രീകളല്ലേ? മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ടത്, പീഡിപ്പിക്കപ്പെട്ടത് സ്ത്രീകളല്ലേ? ഹത്രാസിൽ ഇവരുടെ MLA പീഡിപ്പിച്ചത് സ്ത്രീയല്ലേ? അപ്പൊ ആ സ്ത്രീകളെ ഒന്നും നരേന്ദ്രമോദി അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ രാജ്യത്ത് സയന്റിഫിക് ലൂട്ടിംഗ് നടത്തുകയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ. തീർച്ചയായും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും. ശ്രീ ജെയ്സി തോമസ്, അവസാനത്തെ ഒരു മിനിറ്റ്, നമ്മുടെ PMark മാതൃഭൂമി സർവേ അല്പസമയത്തിനകം ആരംഭിക്കും. നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ശരി ശരി ശ്രീ ജയ്ക്ക്, ഇപ്പോൾ ഈ ചർച്ചയിൽ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് തരാം. അര സെക്കൻഡ് തരണം. ഓക്കെ, അര സെക്കൻഡ്. ശരി ശരി. അതെ, കോൺഗ്രസിന്റെ നേതാവ് വീണ്ടും സമയമെടുത്തുകൊണ്ട് അദ്ദേഹം ഈ ചർച്ചയുടെ ഞാൻ വന്ന ഘട്ടം മുതൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ അതേ വാദങ്ങൾ അർത്ഥരഹിതമായി അദ്ദേഹം ആവർത്തിക്കുക മാത്രമാണ്. ഒറ്റ വാചകം BJP പ്രതിനിധികൾക്ക് മറുപടി പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവിലേക്ക് വരാം. BJP പ്രതിനിധി അതേപോലെ തന്നെ പരമപരിഹാസത്തോടുകൂടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് പ്രസക്തി? നിങ്ങൾ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കോൺഗ്രസിന്റെ കൂടെ സഖ്യമായിട്ടല്ല മത്സരിക്കുന്നത് എന്നുള്ളത്. അവിടെയൊക്കെ സുപ്രധാനമായ കക്ഷി ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളോട് ചേർന്ന് കോൺഗ്രസ് മത്സരിക്കുന്നു, ഇരിക്കട്ടെ. പക്ഷെ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചത് നന്നായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രസക്തി വരച്ചിടുന്ന സംഭവം ഉണ്ടായി. എന്താണെന്ന് BJP നേതാവ് എന്തായാലും മറക്കാൻ സാധ്യതയില്ല. BJPയുടെ കേരളത്തിലെ നേതാവ് മറന്നാലും നിങ്ങളുടെ തലമുതിർന്ന നേതാവായ നമ്മുടെ പ്രധാനമന്ത്രിയും സംഘവും മറക്കാൻ സാധ്യതയില്ല. എന്തായിരുന്നു? കോർപ്പറേറ്റ് കള്ളന്മാരുടെ തീന്മേശയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുന്ന അപ്പക്കഷ്ടം എന്ന ഇലക്ട്രൽ ബോണ്ട് 6608 കോടി രൂപ വാങ്ങി അത് കൊടുത്ത് പത്മജ മുതൽ പത്മിനി വരെയുള്ളവരെ വിലയ്ക്ക് വാങ്ങി. കോൺഗ്രസിന്റെ 3000 കോടി രൂപ കോൺഗ്രസും എടുത്ത് കക്ഷത്തിൽ വെച്ചു. 1423 കോടി മേടിച്ച കോൺഗ്രസുമായിട്ടാണല്ലോ നിങ്ങൾ അലയൻസ് ഉണ്ടാക്കുന്നത്. 1423 കോടി രൂപ മേടിച്ച കോൺഗ്രസുമായിട്ടാണല്ലോ നിങ്ങൾ ത്രിപുരയിലെ എന്നോട് അഭിലാഷ് പറഞ്ഞിട്ടല്ലേ? ഇനി ചർച്ചയ്ക്കുള്ള സമയമില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ വീണ്ടും ഇരിക്കാം.